അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി. ആമേൻ. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി. ആമേൻ. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി. ആമേൻ. ഭൂമിയിൽ മനുഷ്യർക്ക് സമാധാനവും പ്രത്യാശയും എപ്പോഴും എന്നേക്കും. ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങ് പരിശുദ്ധൻ, പരിശുദ്ധൻ, പരിശുദ്ധൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ മഹത്വത്താൽ സ്വർഗവും ഭൂമിയും നിറഞ്ഞിരിക്കുന്നു. മാലാഖമാരും മനുഷ്യരും അങ്ങ് പരിശുദ്ധൻ, പരിശുദ്ധൻ, പരിശുദ്ധനെന്ന് ഉദ്ഘോഷിക്കുന്നു. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാനിടയാകരുതേ. ദുഷ്ടാരൂപിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദിയും മുതൽ എന്നേക്കും ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങ് പരിശുദ്ധൻ, പരിശുദ്ധൻ, പരിശുദ്ധൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ മഹത്വത്താൽ സ്വർഗവും ഭൂമിയും നിറഞ്ഞിരിക്കുന്നു. മാലാഖമാരും മനുഷ്യരും അങ്ങ് പരിശുദ്ധൻ, പരിശുദ്ധൻ, പരിശുദ്ധനെന്ന് ഉദ്ഘോഷിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം സമാധാനത്തോടുകൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ അഗ്രാഹ്യമായ ശക്തിയാൽ ഞങ്ങളെ ഉണർവുള്ളവരാക്കണമേ. അങ്ങയുടെ പരിപാലനത്തിലുള്ള പ്രത്യാശയിൽ ഞങ്ങളെ ഉറപ്പിക്കുകയും അങ്ങയുടെ ശക്തമായ കരത്താൽ ഞങ്ങളെ ബലപ്പെടുത്തുകയും ചെയ്യണമേ. അങ്ങേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും നിരന്തരം സമർപ്പിക്കുവാൻ അങ്ങയുടെ കൃപാവരത്താൽ ഞങ്ങളെ യോഗ്യരാക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും ആമേൻ. എന്നെ സൃഷ്ടിച്ച് എനിക്ക് രൂപം നൽകിയത് കർത്താവേ, അങ്ങയുടെ തൃക്കരങ്ങളാണല്ലോ. അങ്ങയുടെ നിയമം എന്നെ പഠിപ്പിക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്നെ സൃഷ്ടിച്ച് എനിക്ക് രൂപം നൽകിയത് കർത്താവേ, അങ്ങയുടെ തൃക്കരങ്ങളാണല്ലോ. അങ്ങയുടെ നിയമം എന്നെ പഠിപ്പിക്കണമേ. തിരുലിഖിതത്തിൽ ഞാൻ പ്രത്യാശ അർപ്പിച്ചു ഭക്തജനങ്ങൾ അത് കണ്ടാതിരിക്കട്ടെ. അങ്ങയുടെ വിധികൾ ന്യായമാണെന്ന് അങ്ങയുടെ വിശ്വസ്തത മൂലമാണ് അങ്ങ് എന്നെ എളിമപ്പെടുത്തിയതെന്ന് ഞാനിപ്പോൾ ഗ്രഹിക്കുന്നു. അങ്ങയുടെ ദാസനോട് അരുളി ചെയ്തതുപോലെ അങ്ങയുടെ കാരുണ്യം എന്നെ ആശ്വസിപ്പിക്കട്ടെ. അങ്ങയുടെ കാരുണ്യം എന്നെ ചൊരിയണമേ. അങ്ങയുടെ കൽപ്പന അഭ്യസിച്ചതുകൊണ്ട് ഞാൻ ജീവിക്കും. എന്നെ താഴ്ത്തിയ ദുഷ്ടന്മാർ ലജ്ജിതരാകട്ടെ. തിരുവചനം ഞാൻ ധ്യാനിക്കുന്നു. അങ്ങയുടെ ഭക്തരും അങ്ങയുടെ പ്രമാണം പറയുന്നവരും എന്നെ പക്കലണയട്ടെ. അങ്ങയുടെ പ്രമാണം ഞാൻ ധ്യാനിക്കുന്നു. ഞാനതിൽ ലജ്ജിക്കുന്നില്ല. അങ്ങ് നൽകുന്ന രക്ഷ ഞാൻ കാംക്ഷിക്കുന്നു. അങ്ങയുടെ വചനത്തിൽ ഞാൻ പ്രത്യാശ അർപ്പിക്കുന്നു. തിരുമൊഴിക്കായി മിഴികൾ നോക്കിയിരിക്കുന്നു. അങ്ങ് ഇപ്പോൾ എന്നെ ആശ്വസിപ്പിക്കുക. ഞാൻ മഞ്ഞിൽ നനഞ്ഞു ചേർത്ത തോൽക്കുടം പോലെയാണ്. എങ്കിലും കൽപ്പനകൾ ഞാൻ വിസ്മരിച്ചില്ല. ഞാൻ എത്ര കാലം ഇതെല്ലാം സഹിക്കണം? എന്നെ പീഡിപ്പിക്കുന്നവരെ അങ്ങ് ഇപ്പോൾ ന്യായം വിധിക്കുക. പ്രമാണമനുസരിക്കാത്ത ദുഷ്ടന്മാർ എനിക്കെതിരായി കുഴി കുഴിച്ചു. അങ്ങയുടെ കൽപ്പനകളെല്ലാം വിശ്വാസികളാകുന്നു. ദുഷ്കർമ്മികൾ എന്നെ ഞെരുക്കുന്നു. ഭൂമിയിൽ അവർ എന്നെ നശിപ്പിച്ചെങ്കിലും ഞാൻ അങ്ങയുടെ പ്രമാണം പരിത്യജിച്ചില്ല. തിരുമൊഴികൾ ഞാൻ പാലിക്കുന്നതിന് അങ്ങയുടെ കരുണയ്ക്കൊത്ത വിധം എന്നെ ജീവിപ്പിക്കണമേ. കർത്താവേ, അങ്ങ് നിത്യനാകുന്നു.
തിരുവചനം ധ്യാനിച്ചില്ലായിരുന്നെങ്കിൽ താഴ്ത്തപ്പെട്ടപ്പോൾ ഞാൻ തകരുമായിരുന്നു. അങ്ങയുടെ പ്രമാണങ്ങൾ ഞാൻ ഒരിക്കലും വിസ്മരിക്കുകയില്ല. അവ മൂലമാണല്ലോ ഞാൻ ജീവിക്കുന്നത്. കർത്താവേ, ഞാൻ അങ്ങയുടേതാകുന്നു. എന്നെ രക്ഷിക്കണമേ. അങ്ങയുടെ കൽപ്പനകൾ ഞാൻ പാലിക്കുന്നല്ലോ. അക്രമികൾ എന്നെ നശിപ്പിക്കാൻ കാത്തിരിക്കുന്നു. അങ്ങയുടെ പ്രമാണം എന്നെ വിവേകിയാക്കി. എല്ലാം പൂർണ്ണതയും പരിമിതമെന്ന് ഞാൻ ഗ്രഹിച്ചു. അങ്ങയുടെ കൽപ്പനയോ നിസ്സീമമാണല്ലോ. അങ്ങയുടെ നിയമം ഞാൻ അത്യന്തം സ്നേഹിക്കുന്നു. ദിവസം മുഴുവൻ ഞാനത് ധ്യാനിക്കുന്നു. അങ്ങയുടെ കൽപ്പനകൾ ഞാൻ പാലിക്കുന്നത് കൊണ്ട് ശത്രുക്കളെ എന്നെ ജ്ഞാനിയാക്കണമേ. അങ്ങയുടെ വചനം ഞാൻ ധ്യാനിക്കുന്നതിനാൽ എല്ലാ ഗുരുക്കന്മാരെക്കാൾ എന്നെ വിവേകിയാക്കണമേ. അങ്ങയുടെ പ്രമാണം ഞാൻ പാലിക്കുന്നത് കൊണ്ട് മുതിർന്നവരെക്കാൾ ഞാൻ വിവേകമുള്ളവനായി. അങ്ങയുടെ കൽപ്പനകൾ പാലിക്കുന്നതിന് ദുർമാർഗങ്ങളിൽ നിന്നെല്ലാം ഞാൻ പിന്മാറുന്നു. അങ്ങ് എന്നെ പഠിപ്പിച്ചതിനാൽ നിയമങ്ങളിൽ നിന്ന് ഞാൻ വ്യതിചലിച്ചില്ല. നാവിന് തേനുന്നതിനേക്കാൾ അങ്ങയുടെ വചനങ്ങൾ എനിക്ക് മധുരതരമാണ്. അങ്ങയുടെ കൽപ്പനകൾ ഞാൻ മനനം ചെയ്തു. അതിനാൽ അധർമ്മികളുടെ മാർഗങ്ങളെല്ലാം ഞാൻ വെറുക്കുന്നു. പിതാവിന് പുത്രനും പരിശുദ്ധാത്മാവിന് സ്തുതി. ആദ്യം മുതൽ എന്നേക്കും ആമേൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, ഞങ്ങളുടെ പ്രാർത്ഥനകൾ അങ്ങയെ പ്രസാദിപ്പിക്കട്ടെ. അങ്ങയുടെ അനന്തകാരുണ്യത്താൽ ഞങ്ങളുടെ യാചനകൾക്ക് എല്ലായ്പ്പോഴും ഉത്തരമരുളണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും ആമേൻ. ആദിഫലം മിശിഹായാകുന്നു. നാഥ, കുരിശിലെ സഹനത്താൽ ജീവൻ ഞങ്ങൾക്കേകിയ നീ മരണത്തെ ഇഹ തോൽപ്പിച്ചു. കർത്താവീശോ മിശിഹാ, നീ കല്ലറയിൽ നിന്നുദ്ധിതനായി ഉത്ഥാനത്തിനാദ്യഫലം നീതാനെന്നും സകലേശൻ. മഹിമാപൂർവം നാഥാ, നീ സ്വർഗാരോഹിതനായി തീർന്നു. വിണ്ണിൽ വാഴും നിന്നെ ഇവർ ആരാധിച്ചു നമിക്കുന്നു. അഖില ലോകമേ ദൈവത്തെ സ്തുതിക്കുക. ക്രോബേ ശ്രാപ്പേ വൃന്ദങ്ങൾ ഉന്നതമാകും ത്രോണോസിൽ നാഥാ നിന്നെ വഹിക്കുന്നു. രക്ഷകനീശോ മിശിഹായേ, ദൂതഗണത്തോടു ചേർന്നെന്നും ഞങ്ങൾ നിന്നെ നമിക്കുന്നു. സ്തുതിഗീതങ്ങൾ പാടുന്നു. ആകാശവുമീ ഭൂതലവും സർവചരാചര സൃഷ്ടികളും നിന്നുടെ മുമ്പിൽ പ്രണമിച്ചിൻ ആരാധിച്ചു നമിക്കുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. താതൻ തന്റെ വലം ഭാഗേ മഹിമാപൂർവം വാഴാനും ബലിയായി കൈക്കൊണ്ടിടാനും മർത്യർ ഞങ്ങൾക്കനുഗുണമായി സ്വാതന്ത്ര്യം തന്നരുളാനും മിശിഹായേ, നീ സാനന്ദം വിണ്ണിൽ ഉപവേശിതനായി സ്വർഗീയോസ്ലേം നഗരത്തിൽ കൂടാരത്തിൽ വാണിടാൻ മഹിമാപൂർവമുയർന്നവനേ, നിൻ സ്തുതി ഞങ്ങൾ പാടുന്നു. കരുണാനിധിയാം കർത്താവേ, നിൻ ജനതതിയിൽ കനിയണമേ. കാക്കണമേ നിന്നവകാശം ശത്രുഗണത്തിൻ ദ്രോഹങ്ങൾ. കാണുന്നവനെ സദയം നിൻ കൃപ നീവരിൽ ചൊരിയണമേ. നിന്നുടെ കൃപയും നന്മകളും ഏറ്റുപറഞ്ഞതിമോഹരമാം സ്തുതി
ഗണാധിപരും വൈദികരും ശാന്തിയിലൊന്നായി പുലരട്ടെ, സ്നേഹത്തിൽ നിലനിൽക്കട്ടെ. ആയോധനവും ശത്രുതയും ഭൂവിൽ നിന്നൊഴിവാകട്ടെ, ഒരുമയോടങ്ങൈ വാഴ്ത്തിടാൻ. കർത്താവീശോ മിശിഹായേ, നിന്നെ വഹിച്ചൊരു മാതാവിൻ പ്രാർത്ഥനയാലെ കനിവോടെ തിന്മകളാലെ കലുഷിതമാ ഭൂവിൽ ശാന്തി വിതയ്ക്കണമേ, ഞങ്ങളെ നിർമ്മലരാക്കണമേ. ഭാരതഭൂവിൽ സ്ലീഹായാം മാർത്തോമായി ഞങ്ങൾക്കായി നാഥനോടർത്ഥന ചെയ്യണമേ. നിന്നോടൊപ്പം സുതരെല്ലാം ദത്തവകാശം സ്വർഗത്തിൽ നേടാനർഹത കൈവരുവാൻ. ഈശോനാഥ നിൻ പ്രിയരാം ദിവ്യന്മാരും സാക്ഷികളും സ്നേഹന്മാരും പ്രേക്ഷിതരും മൽപ്പാന്മാരും നീതിയരും ധന്യരുമെന്നും ഞങ്ങൾക്കായി യാചിക്കട്ടെ കരുണയ്ക്കായി. സത്കർമ്മികളാം സകലർക്കും പ്രതിഫലമേകും സുദിനത്തിൽ നിൻ പ്രിയരൊപ്പം ചേർന്നിടാൻ അവരോടൊപ്പം സമ്മാനം കൈക്കൊണ്ടിടാൻ സ്തുതി പാടാൻ യോഗ്യത ഞങ്ങൾക്കേകണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, മാലാഖമാർ അങ്ങയെ സ്തുതിക്കുകയും മനുഷ്യരങ്ങയെ പുകഴ്ത്തുകയും സൃഷ്ടികളെല്ലാം അങ്ങയെ ആരാധിക്കുകയും ചെയ്യട്ടെ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും ആമേൻ. കർത്താവിന് പുതിയ കീർത്തനം പാടുവിൻ, എന്തുകൊണ്ടെന്നാൽ അവിടുന്ന് അത്ഭുതം ചെയ്തിരിക്കുന്നു. ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. കർത്താവിന് പുതിയ കീർത്തനം പാടുവിൻ, എന്തുകൊണ്ടെന്നാൽ അവിടുന്ന് അത്ഭുതം ചെയ്തിരിക്കുന്നു. അവിടുത്തെ വലത്തുകരവും വിശുദ്ധ ഭുജവും അവരെ രക്ഷിച്ചിരിക്കുന്നു. കർത്താവ് തന്റെ രക്ഷ കാണിച്ചിരിക്കുന്നു, ജനതകളുടെ മുമ്പാകെ നീതി വെളിപ്പെടുത്തിയിരിക്കുന്നു. ഇസ്രായേൽ ഭവനത്തോടുള്ള കൃപയും വിശ്വസ്തതയും അവിടുന്ന് അനുസ്മരിച്ചു. നമ്മുടെ ദൈവത്തിന്റെ രക്ഷ ഭൂതലം മുഴുവൻ ദർശിച്ചിരിക്കുന്നു. ഭൂവാസികളെ കർത്താവിനെ സ്തുതിക്കുവിൻ, ആഹ്ലാദിക്കുവിൻ, ആലപിക്കുവിൻ, പുകഴ്ത്തുവിൻ. കിന്നരം മീട്ടി കർത്താവിനെ കീർത്തിക്കുവിൻ, വാദ്യഘോഷത്തോടെ സ്തുതിക്കുവിൻ, കാഹളം മുഴക്കി രാജാവായ കർത്താവിനെ വാഴ്ത്തുവിൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദ്യം മുതൽ എന്നേക്കും ആമേൻ. ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. രക്ഷയും ഉയരും നൽകിയവൻ പാദസമക്ഷം ചെന്നെത്തി, വീണ്ടും മഹിമാലങ്കൃതനായി അന്ത്യവിധിക്കായി വന്നിടും. നിത്യമഹത്വ വിഭൂഷിതനായി നമ്മുടെ രാജാവെത്തുമ്പോൾ എരിയും ദീപവുമേന്തി മുതാ എതിരേൽക്കാമ നൃപവരനേ. അനുപമ സുന്ദര ഗീതികളാൽ അവനെ നാം എതിരേൽക്കുമ്പോൾ നിജമഹിമാവാൽ അവനുടനെ നമ്മെ അലങ്കൃതരാക്കിയിടും. ആരും നിനയാ നിമിഷത്തിൽ നാഥൻ വീണ്ടും വരുമപ്പോൾ നല്ലവനവനെ പിഞ്ചെല്ലും, മഹിമയവർക്കവനേകീടും. നീതിയോടെന്നും ജീവിച്ചോ ദൈവമഹത്വം കീർത്തിക്കും, വാനവരോടൊത്തനവരതം നാഥനെ വാഴ്ത്തി നമിച്ചിടും. താതനും അതുപോലാത്മജനും റൂഹായ്ക്കും സ്തുതി എന്നേക്കും, ആദ്യം മുതൽക്കെന്നതുപോലെ ആമേൻ ആമേൻ അനവരതം. പൗലോസ്ലീഹ റോമായിലെ സഭയ്ക്ക് എഴുതിയ ലേഖനം 8-ാം അധ്യായം 1 മുതലുള്ള വാക്യങ്ങൾ. ആകയാൽ
ഇപ്പോൾ യേശുക്രിസ്തുവിനോട് ഐക്യപ്പെട്ടിരിക്കുന്നവർക്ക് ശിക്ഷാവിധിയില്ല. എന്തെന്നാൽ യേശുക്രിസ്തുവിലുള്ള ജീവാത്മാവിന്റെ നിയമം നിന്നെ പാപത്തിൻ്റെയും മരണത്തിൻ്റെയും നിയമത്തിൽ നിന്ന് സ്വതന്ത്രനാക്കിയിരിക്കുന്നു. ശരീരത്താൽ ബലഹീനമാക്കപ്പെട്ട നിയമത്തിന് അസാധ്യമായത് ദൈവം ചെയ്തു. അവിടുന്ന് തൻ്റെ പുത്രനെ പാപപരിഹാരത്തിനു വേണ്ടി പാപകരമായ ശരീരത്തിൻ്റെ സാദൃശ്യത്തിൽ അയച്ചുകൊണ്ട് പാപത്തിന് ശരീരത്തിൽ ശിക്ഷ വിധിച്ചു. ഇത് ശരീരത്തിൻ്റെ പ്രവണതകൾക്കനുസരിച്ച് ജീവിക്കാതെ ആത്മാവിൻ്റെ പ്രചോദനമനുസരിച്ച് ജീവിക്കുന്ന നമ്മിൽ നിയമത്തിൻ്റെ അനുശാസനം സഫലമാകുന്നതിന് വേണ്ടിയാണ്. എന്തെന്നാൽ ജഡികമായി ജീവിക്കുന്നവർ ജഡിക കാര്യങ്ങളിൽ മനസ്സുവെക്കുന്നു, ആത്മീയമായി ജീവിക്കുന്നവരാകട്ടെ ആത്മീയ കാര്യങ്ങളിൽ മനസ്സുവെക്കുന്നു. ജഡികാഭിലാഷങ്ങൾ മരണത്തിലേക്ക് നയിക്കുന്നു, ആത്മീയ അഭിലാഷങ്ങൾ ജീവനിലേക്കും സമാധാനത്തിലേക്കും. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. നമുക്കെല്ലാവർക്കും സന്തോഷത്തോടും പ്രത്യാശയോടും കൂടെ നിന്ന് കർത്താവേ ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ എന്ന് അപേക്ഷിക്കാം. കർത്താവേ ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. വെളിപ്പെടാനിരിക്കുന്ന മഹിമയോട് തുലനം ചെയ്യുമ്പോൾ ഈ ലോകത്തിലെ ക്ലേശങ്ങൾ നിസ്സാരമാണെന്ന് ജീവിത മാതൃക വഴി ഞങ്ങൾക്ക് കാണിച്ചു തന്ന കർത്താവേ, നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. പാപികളായി ഞങ്ങൾക്ക് വേണ്ടി മരണവിധേയനാവുകയും മരണത്തെ പരാജയപ്പെടുത്തുകയും കർത്താവും അഭിഷിക്തനും എന്ന സ്ഥാനം കൈവരിക്കുകയും ചെയ്ത കർത്താവേ, നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. ഞങ്ങൾക്ക് വേണ്ടി മരണത്തോളം താഴ്ത്തിയെങ്കിലും മഹത്വത്തിൻ്റെയും ബഹുമാനത്തിൻ്റെയും കിരീടമണിഞ്ഞ് എല്ലാ നാമങ്ങളിലും ഉപരിയായ നാമം സ്വീകരിച്ച കർത്താവേ, നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. അവസാന ശത്രുവായ മരണത്തെ കീഴ്പ്പെടുത്തി നിദ്ര പ്രാപിച്ചവരുടെ ആദിഫലമായി തീർന്ന് സകല മനുഷ്യരുടെയും ഉദ്ധാരത്തിന് കാരണമായ കർത്താവേ, നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. മരണത്തെ വിജയിച്ച് ദൈവത്തിന്റെ വലത് ഭാഗത്തിരുന്നു കൊണ്ട് ഞങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കുന്ന കർത്താവേ, നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. മിശിഹായുടെ സഭ മുഴുവൻ്റെയും തലവനായ ഞങ്ങളുടെ പരിശുദ്ധ പിതാവ് മാർ ലയോ പാപ്പായെയും ഞങ്ങളുടെ സഭയുടെ പിതാവും തലവനുമായ മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ മെത്രാപ്പൊലിത്തായെയും ഞങ്ങളുടെ അതിരൂപതാധ്യക്ഷനായ മാർ തോമാ മെത്രാപ്പൊലിത്തായെയും ഞങ്ങളുടെ പിതാവും രൂപതാധ്യക്ഷനുമായ മാർ ജോസഫ് മെത്രാനെയും മറ്റെല്ലാ മെത്രാന്മാരെയും ആത്മീയ നന്മകൾ നൽകി അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. ഞങ്ങളുടെ രക്ഷകനായ ദൈവമേ, നിന്റെ വിലയേറിയ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട സഭയ്ക്ക് സമാധാനം നൽകുകയും നിന്റെ മഹത്വപൂർണമായ ആഗമനത്തിൽ ഞങ്ങളെ നീതിനിഷ്ഠരോടൊത്ത് നിന്റെ വലത്ത് ഭാഗത്ത് നിർത്തുകയും ചെയ്യണമേ. ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. കാരുണ്യവാനായ കർത്താവേ, അങ്ങ് ഞങ്ങൾക്ക് ചെയ്ത എല്ലാ സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കുമായി ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. വിചാരത്താലോ വാക്കാലോ പ്രവർത്തിയാലോ ഉപേക്ഷയാലോ ഞങ്ങൾ ചെയ്ത പാപങ്ങളെല്ലാം ഞങ്ങളോട് പൊറുക്കുകയും അങ്ങയുടെ തൃക്കരങ്ങൾ നീട്ടി മക്കളായ ഞങ്ങളെ അനുഗ്രഹിക്കുകയും ചെയ്യണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും